നമസ്കാരം. ഓപ്പൺ ന്യൂസ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അമ്പായത്തോട് എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ റിമാൻഡ് ചെയ്തു. കൊട്ടിയൂർ അമ്പായത്തോട് ടൗണിൽ മദ്യവിൽപ്പന നടത്തുകയായിരുന്ന വിൽപ്പനക്കാരനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യവേ അമ്പായത്തോടിൽ വെച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 4 പേർ കൂത്തുപറമ്പ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി. അമ്പായത്തോട് സ്വദേശികളായ ബെന്നി മാളിയേക്കൽ, മുട്ടം റെജി, കുഞ്ഞാലി എന്ന റഷീദ്, റെജി ഓളാട്ടുപുറം എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. പാപ്പി എന്ന വിജേഷ് എന്ന ആൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഒളിവിൽ പോയ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. പാൽച്ചുരത്ത് അജ്ഞാതനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാൽച്ചുരത്ത് ആശ്രമം ജംഗ്ഷന് സമീപത്തുള്ള കൃഷിയിടത്തിലാണ് 2 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കേളകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തേങ്ങ പറിക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ചു. ശ്രീകണ്ഠാപുരത്തെ നെല്ലിക്കുറ്റിക്കടുത്ത ഏറ്റുപാറയിലെ തൊട്ടിയിൽ ജോസഫാണ് ഷോക്കേറ്റ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ചെമ്പേരിക്കടുത്ത ചെളിയംപറമ്പിലെ തെങ്ങിൻ തോപ്പിൽ നിന്നും തേങ്ങ പറിക്കുമ്പോഴാണ് ജോസിന് ഷോക്കേറ്റത്. സംസ്കാരം പിന്നീട് നടക്കും. ബാവലിപ്പുഴയിൽ നഞ്ച് കലക്കി മീൻപിടുത്തം. കേളകം അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി പോലീസിൽ പരാതി നൽകി. കണ്ണൂർ ജില്ലയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ്സാണ് നമ്മുടെ ഈ ബാവലിപ്പുഴ. നമ്മുടെ ഈ ബാവലിപ്പുഴയിൽ കഴിഞ്ഞ 19-ാം തീയതി, അതായത് 19/3/2019 രാത്രി ഏതോ സാമൂഹിക ദ്രോഹികൾ വിഷപദാർത്ഥം കലക്കി മത്സ്യം പിടിക്കുകയും പുഴയിലെ വെള്ളം മൊത്തം മലിനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പുഴയിൽ ജലം മലിനപ്പെടുത്തുമ്പോൾ കടുത്ത വരൾച്ച നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടിവെള്ളം ലഭ്യമല്ലാതെ പോവുകയാണ്. പുഴയിലെ ജീവജാലങ്ങൾ ഒന്നടങ്കം തന്നെ നശിച്ച് നാമാശേഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കേളകം അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി പറയുന്നത്, ഇത്തരത്തിലുള്ള സാമൂഹിക ദ്രോഹികളെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യണമെന്നാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും എത്രയും പെട്ടെന്ന് ഉചിതമായ നടപടി സ്വീകരിച്ച് ഈ ആളുകളെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. വനിതാ ശക്തി വിളിച്ചോതി LDFന്റെ വനിതാ പാർലമെന്റ് പേരാവൂര്. സ്വാതന്ത്ര്യം, സമത്വം, ലിംഗനീതി എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് LDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ് വനിതാ ശക്തി വിളിച്ചോതി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ മറിയം ധൗള വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. P. റോസ, LDF സ്ഥാനാർത്ഥി PK ശ്രീമതി, കേന്ദ്ര കമ്മിറ്റി അംഗം N. സുകന്യ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. UDF സ്ഥാനാർത്ഥി K. സുധാകരൻ വെള്ളിയാഴ്ച പേരാവൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തും. രാവിലെ 10 മണി മുതൽ നിയോജക മണ്ഡലത്തിലെ കോളേജുകളിലാണ് പര്യടനം. പര്യടനങ്ങൾ പൂർത്തിയാക്കി 4 മണിക്ക് ഇരിട്ടിയിൽ വെച്ച് നടക്കുന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും. സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായി SFI കേളകം യൂണിറ്റ്. പറവകൾക്കൊരു തണ്ണീർക്കുടം എന്ന പേരിൽ കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൺകലത്തിൽ വെള്ളം ശേഖരിച്ച് മരത്തിൽ തണ്ണീർക്കുടം സ്ഥാപിച്ചു. SFI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K. ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. ധനേഷ് CV, അഭിജിത്ത് BB, നിതിൻ VT എന്നിവർ സംസാരിച്ചു. ഓപ്പൺ ന്യൂസ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. Go to SAC. Go to success. 100% job-oriented courses, the best placement assistance, unique and innovative syllabus, systematic training and practices, life-centered methodology, supremacy in career build-up. SAC Computer Academy,
near Taluk Office, Tulasi Malabar Paradise, New Bus Stand, Irute. Contact 9400 991100 or 9400 992200.